തിരുവനന്തപുരം വെൺപകലിൽ യുവതിയെ ആൺസുഹൃത്ത് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ശാസ്താനന്ദന സ്കൂളിന് സമീപത്തെ സൂര്യഗായത്രിയാണ് കൊല്ലാൻ ശ്രമിച്ചത്. പ്രതി കൊടങ്ങാവിള സ്വദേശി സച്ചു ഈ കൃത്യത്തിന് ശേഷം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട് സ്റ്റെഫിന് എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ പറയുന്നത്? പോലീസ് സ്ഥലത്തെത്തിയോ? ദിവിഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. യുവതിയും അതോടൊപ്പം തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള സച്ചുവും തമ്മിൽ അടുപ്പമുണ്ട്. ഈ ഒരാഴ്ച മുമ്പ് ഈ പ്രതിയായിട്ടുള്ള സച്ചു ഈ യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. അതിനുശേഷം ഇന്ന് ഈ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്താണ് സച്ചു ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം വീട്ടിൻ്റെ മുകളിൽ ടെറസിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കയ്യിലും അതോടൊപ്പം തന്നെ ദേഹത്തുമെല്ലാം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഒപ്പം യുവതിയുടെ നിലവിളി കേട്ട് ആണ് നാട്ടുകാർ ഈ വീട്ടിലേക്ക് ഓടി വരുന്നത്. അപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നു. ഈ നാട്ടുകാരാണ് യുവതിയെ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും എത്തിച്ചത്. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ്. ആരോഗ്യം എങ്ങനെയാണ്? ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ടോ? രതീഷ്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഗുരുതരമായി തന്നെ ആരോഗ്യസ്ഥിതി തുടരുന്നു എന്നുള്ളതാണ്. കാരണം രക്തം കുറെ വാർന്നു പോയിരുന്നു. ഈ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി എങ്കിൽ പോലും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് കുറച്ച് കാലതാമസമൊക്കെ എടുത്തിരുന്നു. അവിടെ നിന്നും നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രാഥമികമായ ശുശ്രൂഷകൾ നൽകിയ ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിയുമായി ഈ യുവതിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് യുവതിയും അതോടൊപ്പം തന്നെ മകളും അച്ഛനും അമ്മയുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. യുവതിയും ഭർത്താവും വേർപിരിഞ്ഞായിരുന്നു താമസിച്ചിരുന്നത്. ഇതിനിടയിൽ ഈ സുഹൃത്ത് പലതവണ വീട്ടിൽ വരാറുണ്ടായിരുന്നു, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും പ്രതിക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണത്തിൽ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് നെയ്യാറ്റിൻകരയിൽ സമീപ പ്രദേശങ്ങളിലുമെല്ലാം തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.